+1 ബോട്ടണിയുടെ 6th ചാപ്റ്ററായ സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ പാർട്ട് 3യിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് മൈറ്റോസിസിനെ പറ്റിയിട്ടാണ്. അപ്പോൾ മൈറ്റോസിസ് എന്ന് പറയുന്നത് ഒരു സെൽ ഡിവിഷനാണ്. അതിലെന്താ സംഭവിക്കുന്നത്? ഒരു പേരൻ്റൽ സെല്ല് 2 ഡോട്ടർ സെൽസ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പ്രോസസ്സിൽ 2 സ്റ്റേജ് ഇൻവോൾവ് ആണ്. ഫസ്റ്റ് വൺ കാരിയോകൈനസിസ്, നെക്സ്റ്റ് വൺ സൈറ്റോകൈനസിസ്. അപ്പോൾ അതിലെ നമ്മൾ കാരിയോകൈനസിസ് ആണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരുന്നത്. കാരിയോകൈനസിസ് തന്നെ 4 സ്റ്റേജ് ഉണ്ട്: പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ്. അപ്പോൾ എന്താണ് കാരിയോകൈനസിസ്? ന്യൂക്ലിയസിൻ്റെ ഡിവിഷനെയാണ് നമ്മൾ കാരിയോകൈനസിസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് തന്നെ 4 സ്റ്റേജ് ആയിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മൈറ്റോസിസിലെ തന്നെ പ്രധാനപ്പെട്ട 4 സ്റ്റേജിലാണ് അത്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൈറ്റോകൈനസിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമ്മൾ കാരിയോകൈനസിസിൽ പ്രോഫേസ് കഴിഞ്ഞു, മെറ്റാഫേസ് കഴിഞ്ഞു, അനാഫേസ് കഴിഞ്ഞു, ടീലോഫേസിലേക്ക് എത്തിയപ്പോഴേക്കും ഒരു സെല്ലിൻ്റെ ഉള്ളിൽ 2 ന്യൂക്ലിയസ് ആയിട്ട് മാറി. അപ്പോൾ ന്യൂക്ലിയസ് കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്ത് മാറി. ഇനി നടക്കാൻ പോകേണ്ട സ്റ്റേജ് ഏതാ? സൈറ്റോകൈനസിസ്. സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്യണം. ആ ഒരു സൈറ്റോകൈനസിസിൻ്റെ സ്റ്റേജിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഇറ്റ് ഈസ് എ ഡിവിഷൻ ഓഫ് സൈറ്റോപ്ലാസം റിസൾട്ടിങ് ഇൻ ദ ഫോർമേഷൻ ഓഫ് 2 ഡോട്ടർ സെൽസ്. അപ്പോൾ സൈറ്റോകൈനസിസിൽ ഓൾറെഡി ഡിവൈഡ് ചെയ്തിട്ടുള്ള ടീലോഫേസിലുള്ള 2 ന്യൂക്ലിയസ് ആണ് കാണിച്ചിരിക്കുന്നത്. ആ ടീലോഫേസ് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഈ സൈറ്റോപ്ലാസം 2 ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഡിവൈഡ് ചെയ്തിട്ട് 2 ഡോട്ടർ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഇനി ആനിമൽ സെൽസിലും പ്ലാന്റ് സെല്ലിലും ഈ സൈറ്റോകൈനസിന് ചില ഡിഫറൻസും കാര്യങ്ങളുണ്ട്. അതാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. ഹിയർ എ ക്ലീവേജ് ഫറോ ഈസ് അപ്പിയർഡ് ഇൻ പ്ലാസ്മ മെംബ്രെയിൻ. അപ്പോൾ ആനിമൽ സെല്ലിൻ്റെ കേസിലാണെങ്കിൽ ഒരു ക്ലീവേജ് ഫറോ ഉണ്ടാവും. ഈ സെല്ലിൻ്റെ സെൽ മെംബ്രെയിനിൽ നിന്നും അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിനിൽ നിന്നും ഒരു ക്ലീവേജ് ഫറോ ഡെവലപ്പ് ചെയ്യും. പിന്നെ ക്ലീവേജ് ഫറോ ഡീപ്പൻ ചെയ്യും. ഡീപ്പൻ ചെയ്തിട്ട് അൾട്ടിമേറ്റ്ലി 2 ഡോട്ടർ സെൽസിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഇനി പ്ലാന്റ് സെല്ലിൻ്റെ കേസിലാണെങ്കിൽ പ്ലാന്റ് സെല്ലിന് എന്താ പ്രത്യേകത? അവയ്ക്കൊരു സെൽ വാൾ കൂടിയുണ്ട്. അപ്പോൾ ഇവിടെ നടക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ വെസിക്കിൾസ് പ്രൊഡ്യൂസ് ചെയ്യും. ആരാണ് വെസിക്കിൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഗോൾജി ബോഡീസ് ഉണ്ട്. ഗോൾജി അപ്പാരറ്റസ് വെസിക്കിൾസ് പ്രൊഡ്യൂസ് ചെയ്യും. ആ വെസിക്കിൾസ് സെല്ലിൻ്റെ ഇക്വറ്റോറിയൽ പ്ലെയിനിൽ അറേഞ്ച് ചെയ്യും. അതിനുശേഷം ഈ വെസിക്കിൾസ് എല്ലാം കൂടെ യുണൈറ്റ് ചെയ്യും. യുണൈറ്റ് ചെയ്തിട്ട് ഒരു സെൽ പ്ലേറ്റ് ആയിട്ട് മാറും. അപ്പോൾ ഇതൊരു ഗ്രോവിങ് സെൽ പ്ലേറ്റ് ആണ് കാണിച്ചിരിക്കുന്നത്. അതായത് ഗ്രോവിങ് സെൽ പ്ലേറ്റ് എന്ന് വെച്ചാൽ ആ വെസിക്കിൾ കൂടിച്ചേർന്ന് ഒരു സെൽ പ്ലേറ്റ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അവസാനം എന്ത് ചെയ്യും? ഒരു കംപ്ലീറ്റ്ലി ഡെവലപ്ഡ് ആയിട്ടുള്ള സെൽ പ്ലേറ്റ് ആയിട്ട് മാറും. എന്നിട്ട് ഈ സെൽ പ്ലേറ്റ് ആണ് പിന്നീട് മിഡിൽ ലമല്ലയായിട്ട് മാറുന്നത്. അപ്പോൾ ആദ്യം വെസിക്കിൾസ് ഉണ്ടാവും. ആ വെസിക്കിൾസ് യുണൈറ്റ് ചെയ്തിട്ട് ഒരു സെൽ പ്ലേറ്റ് ആയിട്ട് മാറും. ആ സെൽ പ്ലേറ്റ് അവസാനം മിഡിൽ ലമല്ലയായിട്ട് മാറും. ആ മിഡിൽ ലമല്ലയുടെ 2 സൈഡിലും സെല്ലുലോസ് ഡിപ്പോസിഷൻ വന്നിട്ട് 2 സെല്ലുകളായിട്ട് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി ഈ പ്ലാന്റ് സെല്ലിൻ്റെ കേസിൽ മൈറ്റോകോൺട്രിയ, പ്ലാസ്റ്റിഡ്സ് ഒക്കെ ഈക്വലായിട്ട് 2 സെല്ലിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഡിസ്ട്രിബ്യൂഷനൊക്കെ കറക്റ്റായിട്ട് ഈക്വലായിട്ട് മൈറ്റോകോൺട്രിയ, പ്ലാസ്റ്റിഡ്സ് ഒക്കെ 2 സെല്ല് ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഇനി ചില കേസിൽ ഈ സെൽ വാൾ ഫോർമേഷൻ നടക്കത്തില്ല, അല്ലെങ്കിൽ ഈ സെൽ പ്ലേറ്റ് ഫോർമേഷനോ ഈ മിഡിൽ ലെമല്ല ഫോർമേഷൻ ഇത് നടക്കത്തില്ല. അങ്ങനെ നടക്കാതെ വരുന്ന സാഹചര്യത്തിൽ ഒരു സെല്ലിൻ്റെ ഉള്ളിൽ 2 ന്യൂക്ലിയസ് കാണാൻ സാധിക്കും. അങ്ങനെയുള്ള കണ്ടീഷൻ പറയുന്ന പേരാണ് മൾട്ടി ന്യൂക്ലിയറ്റ് കണ്ടീഷൻ എന്ന് പറയും. അപ്പോൾ ഒരു സെല്ലിൻ്റെ ഉള്ളിൽ 2 ന്യൂക്ലിയസ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. അതിന് പറയുന്ന വേറൊരു പേരാണ് സിൻസൈറ്റിയം. അപ്പോൾ അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കോക്കനട്ട് വാട്ടർ, നമ്മൾ തേങ്ങയിലെ വെള്ളം, തേങ്ങാവെള്ളം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു സീഡിൻ്റെ എൻഡോസ്പേമാണ്. നമ്മുടെ കോക്കനട്ടിൻ്റെ എൻഡോസ്പേമാണ്. ആ എൻഡോസ്പേമിൻ്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആയിട്ടുള്ള സെൽസ് കാണാം. അതായത് ഒരു സെല്ലിൻ്റെ ഉള്ളിൽ ഒന്നിൽ കൂടുതൽ ന്യൂക്ലിയസ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ മൈറ്റോസിസിൻ്റെ ഓവറോൾ ഞാൻ ഒന്നും കൂടെ വിശദമായിട്ട് പറയാം. അപ്പോൾ സെൽ സൈക്കിളിൽ G1, S, G2 ഇതൊരു പ്രിപ്പറേറ്ററി ഫേസാണ്, ഒരു ഇൻ്റർഫേസാണ്. ഇവിടെ ഒരു സെല്ല് ഡിവൈഡ് ചെയ്യാനുള്ള പ്രിപ്പറേഷൻസ് ഒക്കെയാണ് എടുക്കുന്നത്. അപ്പോൾ ഇതാണ് ഒരു G2 ഒരു സെല്ലെന്ന് വിചാരിക്കുക. അപ്പോൾ ഇൻ്റർഫേസിൽ മുഴുവൻ പ്രിപ്പറേറ്ററി
ഫേസ് ആണ്. ഒരു സെല്ല് ഡിവൈഡ് ചെയ്യാൻ വേണ്ടുന്ന പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെയാണ് ഇൻ്റർഫേസിൽ നടക്കുന്നത്. ഇനി ആ സെല്ല് G1 കഴിഞ്ഞു, എസ്സിലേക്ക് വന്നു, എസ് കഴിഞ്ഞിട്ട് G2ലേക്ക് വന്നു. അപ്പോൾ ഇതാണ് G2ലുള്ള സെല്ല്. ആ സെല്ല് എങ്ങോട്ട് പോകും? ആദ്യമേ പ്രോഫേസിലേക്ക് പോകും. ഇത് രണ്ടും പ്രോഫേസാണ്. അപ്പോൾ പ്രോഫേസിൽ നടക്കുന്ന ചേഞ്ചിൽ എന്തൊക്കെയാണ്? നമ്മുടെ DNA കണ്ടൻസ് ചെയ്തിട്ട് ക്രൊമാറ്റിനായിട്ട് മാറും. ആ ക്രൊമാറ്റിൻ വീണ്ടും കണ്ടൻസ് ചെയ്തിട്ട് ക്രോമോസോമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ ക്രോമോസോമിൽ 2 ക്രൊമാറ്റിഡ് കാണാൻ സാധിക്കും. കൂടാതെ സെൻട്രോസോം, ഇതാണ് സെൻട്രോസോം. ഈ കാണിച്ചിരിക്കുന്ന സെൽ ഓർഗനിലാണ് സെൻട്രോസോം. ആ സെൻട്രോസോം എന്ത് ചെയ്യും? ഓപ്പോസിറ്റ് പോളിലേക്ക് മൂവ് ചെയ്യും. ഒരു സെല്ലിൻ്റെ ഓപ്പോസിറ്റ് പോളിലേക്ക് മൂവ് ചെയ്യും. അതുകൂടാതെ തന്നെ ഗോൾജി കോംപ്ലക്സ്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ന്യൂക്ലിയോലസ്, ന്യൂക്ലിയർ എൻവലപ്പ് ഇതൊക്കെ ഡിസപ്പിയർ ചെയ്ത് പോകും. അതൊക്കെ ഡിസോൾവ് ചെയ്ത് പോകും. ഇത്രയും കാര്യങ്ങളാണ് പ്രോഫേസ് സ്റ്റേജ് നടക്കുന്നത്. ഇനി മെറ്റാഫേസ് സ്റ്റേജ്. മെറ്റാഫേസ് സ്റ്റേജിൽ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ ഈ ക്രോമോസോം എല്ലാം സെൻട്രലിൽ അറേഞ്ച് ചെയ്യും, ഇക്വറ്റോറിയൽ പ്ലെയിനിൽ അറേഞ്ച് ചെയ്യും. അതിനാണ് നമ്മൾ മെറ്റാഫേസ് പ്ലേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മെറ്റാഫേസ് പ്ലേറ്റിൽ നടുക്കായിട്ട്, ഒരു സെല്ലിൽ നടുക്കായിട്ട് ക്രോമോസോം എല്ലാം അറേഞ്ച് ചെയ്യും. എന്നിട്ട് ഈ സെൻട്രോസോം എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? സെൻട്രോസോംസ് സ്പിൻഡിൽ ഫൈബർ പ്രൊഡ്യൂസ് ചെയ്യും. ഈ പോകുന്നതാണ് സ്പിൻഡിൽ ഫൈബർ. ഈ സ്പിൻഡിൽ ഫൈബർ എവിടെ ചെന്ന് അറ്റാച്ച് ചെയ്യും? സ്പിൻഡിൽ ഫൈബർ ചെന്നിട്ട് ക്രോമസോമിൻ്റെ കൈനറ്റോകോറിൽ ചെന്ന് അറ്റാച്ച് ചെയ്യും. ആ ഒരു കാര്യങ്ങളാണ് മെറ്റാഫേസിൽ നടക്കുന്നത്. ഇനി അനാഫേസിലേക്ക് വരുമ്പോഴേക്കും ഓരോ ക്രോമസോമും 2ആയിട്ട് സ്പ്ലിറ്റ് ആവും. ഓരോ ക്രോമസോമും 2 ക്രോമാറ്റിഡായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അതായത് ഈ സ്പിൻഡിൽ ഫൈബർ ഈ ക്രോമസോമിനെ 2 വശത്തേക്കും പിടിച്ച് വലിക്കുമ്പോൾ ക്രോമസോമിൻ്റെ സെൻട്രോമിയർ റീജിയനിൽ വെച്ച് ക്രോമസോം 2 ക്രോമാറ്റിഡായിട്ട് സെപ്പറേറ്റ് ചെയ്ത് പോകും. നെക്സ്റ്റ് ടീലോഫേസ്. ടീലോഫേസിൽ ഓരോ പോളിലേക്ക് പോയ ക്രൊമാറ്റിഡ്സ് വീണ്ടും ഡീകണ്ടൻസ് ചെയ്യും. ഡീകണ്ടൻസ് ചെയ്തിട്ട് അത് ക്രൊമാറ്റിനായിട്ട് മാറും. അപ്പോൾ ക്രൊമാറ്റിനായിട്ട് മാറിക്കഴിയുമ്പോൾ കൂടെ ന്യൂക്ലിയോലസ് റീഅപ്പിയർ ചെയ്യും. ഗോൾജി കോംപ്ലക്സ്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ന്യൂക്ലിയോലസ് ഇതെല്ലാം ഓരോ സെല്ലിലും അല്ലെങ്കിൽ ഓരോ ന്യൂക്ലിയസിലും റീഅപ്പിയർ ചെയ്യും. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ടീലോഫേസ് നടക്കുന്നത്. അതിന് ശേഷമാണ് സൈറ്റോകൈനസ് നടക്കുന്നത്. അപ്പോൾ ന്യൂക്ലിയസ് 2ആയിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പം ഇത്രയും സ്റ്റേജിലാണ് കാരിയോകൈനസിസിൽ നടക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് സൈറ്റോകൈനസിസ്. സൈറ്റോകൈനസിൽ എന്ത് നടക്കും? സൈറ്റോപ്ലാസം 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഈ പേരൻറ്റ് സെല്ല് 2 ഡോട്ടർ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മുടെ പേരൻറ്റ് സെല്ല്. അതെന്ത് ചെയ്യും? ഇങ്ങനെ 2 ഡോട്ടർ സെൽസ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്ത് നമ്മുടെ കിട്ടും. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഓവറോൾ സ്റ്റെപ്പിൽ പറയാനുള്ളത്. ഇനി സിഗ്നിഫിക്കൻസ് ഓഫ് മൈറ്റോസിസ്. ഇനി മൈറ്റോസിസിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്നൊക്കെ ചോദിച്ചാൽ, ഇറ്റ് പ്രൊഡ്യൂസ് ഡിപ്ലോയിഡ് ഡോട്ടർ സെൽസ് വിത്ത് ഐഡൻറ്റിക്കൽ ജീനോം. ഡിപ്ലോയിഡ് ഡോട്ടർ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഡിപ്ലോയിഡ് ഡോട്ടർ സെൽസ് എന്ന് വെച്ചാൽ പാരൻ്റൽ സെല്ല് ഡിപ്ലോയിഡ് ആണെങ്കിൽ, ഡിപ്ലോയ് എന്ന് വെച്ചാൽ 2 സെറ്റ് ക്രോമസോം ആണെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓസ്പ്രിങ്ങിലും 2 സെറ്റ് ക്രോമസോം നമുക്ക് കാണാൻ സാധിക്കും. ഇനി അതുപോലെ തന്നെ പേരൻറ്റിൻ്റെ അതേപോലത്തെ ജീനോമായിരിക്കും ഓസ്പ്രിങ്ങിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള ജീനോം പേരൻറ്റിലും ഓസ്പ്രിങ്ങിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇറ്റ് ഹെൽപ്സ് ടു റീറ്റെയിൻ സെയിം ക്രോമസോം നമ്പർ. ഒരു പേരൻ്റ് 2 ഡോട്ടർ സെല്ലായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ പേരൻറ്റിൽ 46 ക്രോമസോം ഉണ്ടെങ്കിൽ, പേരൻ്റൽ സെല്ലിൽ 46 ക്രോമസോം ഉണ്ടെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡോട്ടർ സെല്ല് 46 ക്രോമസോം ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് പോയിൻ്റാണ്, ഇറ്റ് ഹെൽപ്പ് ഇൻ ദ ബോഡി ഗ്രോത്ത് ഓഫ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ്. മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള ഹ്യൂമൻ ബീങ്സ് പോലുള്ള ഓർഗാനിസത്തിന് ഗ്രോത്ത് നടക്കണമെങ്കിൽ മൈറ്റോസിസ് കൂടി മതിയാവും. മൈറ്റോസിസ് ഇൻ ദ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ഹെൽപ്പ് ഇൻ എ കണ്ടിന്യൂസ് ഗ്രോത്ത് ഓഫ് പ്ലാന്റ്സ് ത്രൂ ഔട്ട് ദ ലൈഫ്. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് പ്ലാന്റ്സിൻ്റെ കേസിലാണെങ്കിൽ പ്ലാന്റ്സിൽ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് ഉണ്ട്. ആ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് കണ്ടിന്യൂസ് ആയിട്ട് ഗ്രോത്ത് നടക്കണമെങ്കിൽ അവയും മൈറ്റോസിസ് വഴിയാണ് പുതിയ സെല്ലുകളെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഗ്രോത്തിന് വേണ്ടി പ്ലാന്റിൻ്റെ കേസിലാണ്, മാനിബിൾസിൻ്റെ കേസിലാണെങ്കിലും ഗ്രോത്ത് നടക്കണമെങ്കിൽ മൈറ്റോസിസ് കൂടിയേ മതിയാവും. ഇറ്റ് റീസ്റ്റോർ ന്യൂക്ലിയോ സൈറ്റോപ്ലാസ്മിക് റേഷ്യോ. അതായത് ഒരു പാരൻ്റൽ സെൽ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആ പാരൻ്റൽ സെല്ലിലുള്ള സൈറ്റോപ്ലാസം ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യും. അതുപോലെ ന്യൂക്ലിയസും ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ഡോട്ടർ സെൽസിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ ആ ന്യൂക്ലിയോ സൈറ്റോപ്ലാസ്മിക് റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇറ്റ് ഹെൽപ്പ് ഇൻ സെൽ റിപ്പയർ ആൻഡ് റീപ്ലേസ്മെൻറ്റ്. സെല്ലിൻ്റെ റിപ്പയർ അതുപോലെ തന്നെ റീപ്ലേസ്മെൻറ്റിനൊക്കെ മൈറ്റോസിസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് മൈറ്റോസിസിൻ്റെ സിഗ്നിഫിക്കൻസ് ആയിട്ട് പറയുന്നത്.
ഇനി ഞാനൊരു വീഡിയോ കാണിക്കാം. ആ വീഡിയോയ്ക്കകത്ത് നമ്മളീ പറഞ്ഞ മൈറ്റോസിസിൻ്റെ എൻറ്റയർ പ്രോസസ്സ് ഫുള്ള് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. നമുക്കതൊന്ന് കാണാം. ഓക്കെ, മൈറ്റോസിസിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ മൈറ്റോസിസ് എന്താണ്? റീജനറേഷൻ ഓഫ് സെൽസ്, അല്ലെങ്കിൽ ഒരു ആനിമൽസിനാണെങ്കിലും പ്ലാന്റ്സിനാണെങ്കിലും സെല്ലുകളുടെ ഗ്രോത്ത്, ആ പ്ലാന്റിൻ്റെ ആനിമലിൻ്റെ ഗ്രോത്തിലേക്കാണ് മൈറ്റോസിസ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. മൈറ്റോസിൽ ആദ്യം നടക്കുന്ന കാരിയോകൈനസിസാണ്. അതായത് ന്യൂക്ലിയസ് സ്പ്ലിറ്റ് ചെയ്തിട്ട് 2 ഡോട്ടർ ന്യൂക്ലിയസ് നടക്കും. അപ്പോൾ ആ കാരിയോകൈനസിസ് തന്നെ 4 സ്റ്റേജുകളുണ്ട്: പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ് ആൻഡ് ടീലോഫേസ്. ഇനി കാരിയോകൈനസിസ് കഴിഞ്ഞിട്ട് എന്ത് നടക്കും? അവയുടെ സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്യും. അതിനാണ് നമ്മൾ സൈറ്റോകൈനസിസ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു പേരൻ്റ് സെല്ല് 2 ഡോട്ടർ സെല്ലായിട്ട് മാറുന്നു. ഇതാണ് മൈറ്റോസിസ്. ഓക്കെ, അപ്പോൾ ഇതാണ് മൈറ്റോസിസ്. അപ്പോൾ മൈറ്റോസിസിന് മുമ്പുള്ള സ്റ്റേജാണ് ഇൻ്റർഫേസ് ആണ്. ഇൻ്റർഫേസ് എന്ന് പറഞ്ഞാൽ പ്രിപ്പറേറ്ററി ഫേസ് ആണ്. അത് ഈ മൈറ്റോസിസിലേക്ക് വേണ്ടി ഒരു സെല്ലിനെ പ്രിപ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി മൈറ്റോസിസ് ഫേസിലേക്കാണ് നമ്മൾ വരുന്നത്. മൈറ്റോസിസ് ഫേസിലെ ഒന്നാമത്തെ സ്റ്റേജാണ് പ്രോഫേസ്. പ്രോഫേസിൽ എന്തൊക്കെയാണ് നടക്കുന്നത്? ആണോ, ക്രൊമാറ്റിനാണ് ന്യൂക്ലിയസിനുള്ളിൽ കാണുന്നത്. അത് കണ്ടൻസ് ചെയ്തിട്ട് ക്രോമോസോമായിട്ട് മാറി. അപ്പോൾ നമുക്ക് ഓരോ ക്രോമോസോമിലും 2 ക്രൊമാറ്റിഡ് കാണാം. അതാണ് സെൻട്രോമിയർ. സെൻട്രോമിയർ ഉണ്ട്, 2 ക്രൊമാറ്റിഡ് ഉണ്ട്. അപ്പം അത്രയും കാര്യങ്ങൾ നമുക്ക് അവിടെ കാണാം. ക്രോമോസോമിൽ 2 ക്രൊമാറ്റിഡ്, പിന്നെ ന്യൂക്ലിയോളസ് ഉണ്ട്. ന്യൂക്ലിയസ് ഡിസപ്പിയർ ചെയ്ത് പോയി, ന്യൂക്ലിയർ മെമ്പറൈനും ഡിസപ്പിയർ ചെയ്ത് പോയി. ആ 2 സെൻട്രോസോം ഒരു സെല്ലിൻ്റെ 2 ഓപ്പോസിറ്റ് പോളിലേക്ക് വന്നു. ഇത്രയും കാര്യങ്ങളാണ് പ്രോഫേസ് നടക്കുന്നത്. അതിനുശേഷം സ്പിൻഡിൽ ഫൈബർ ഈ സെൻട്രോസോം പ്രൊഡ്യൂസ് ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് പ്രോഫേസ് നടക്കുന്നത്. മെറ്റാഫേസിലേക്ക് വരുമ്പോൾ ഈ ക്രോമോസോം എല്ലാം ഇക്വേറ്ററിൽ അറേഞ്ച് ചെയ്യും, അല്ലെങ്കിൽ സെൻറ്ററിൽ എന്ത് ചെയ്യും? ക്രോമോസോം എല്ലാം അറേഞ്ച് ചെയ്യും. ഒരു സെല്ലിൻ്റെ എക്സാക്റ്റ് സെൻറ്ററിൽ അറേഞ്ച് ചെയ്യും. അതോടൊപ്പം തന്നെ ഈ സെൻട്രോസോം എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? സെൻട്രോസോം സ്പിൻഡിൽ ഫൈബർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ സ്പിൻഡിൽ ഫൈബർ വന്നിട്ട് ക്രോമോസോമിൻ്റെ കൈനറ്റോകോർ, അതാണ് കൈനറ്റോകോർ. ആ കൈനറ്റോകോറിലേക്ക് വന്ന് ഓരോ പോളിൽ നിന്നും വരുന്ന സ്പിൻഡിൽ ഫൈബർ അറ്റാച്ച് ചെയ്യും. അങ്ങനെ ക്രോമോസോം സെൻട്രൽ അറേഞ്ച് ചെയ്യുന്ന ഒരു ഫേസാണ് മെറ്റാഫേസ്. ഇനി അനാഫേസിലേക്ക് വരുമ്പോൾ ഈ ക്രോമോസോം സ്പ്ലിറ്റ് ചെയ്യും. സ്പിൻഡിൽ ഫൈബർ ഓരോ പോളിൽ നിന്ന് വന്ന് സ്പിൻഡിൽ ഫൈബർ ക്രോമോസോമിനെ പിടിച്ച് വലിക്കുമ്പോൾ ആ ക്രോമോസോം സ്പ്ലിറ്റ് ആയിട്ട് പോകും. അതായത് ഓരോ ക്രൊമാറ്റിഡ് ഓരോ പോളിലേക്ക് പോകും. അപ്പോൾ നമുക്ക് അനാഫേസിൽ കാണാൻ സാധിക്കുന്നത് ഓരോ പോളിലേക്ക് പോകുന്ന ഓരോ ക്രൊമാറ്റിഡിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ സ്പിൻഡിൽ ഫൈബർ ഓരോ ക്രൊമാറ്റിഡിനെ ഓരോ പോളിലേക്ക് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമുക്ക് അനാഫേസിൽ കാണാൻ സാധിക്കുന്ന ഒരു ഇവൻറ്റ്. ടീലോഫേസിലേക്ക് വരുമ്പോൾ ഓരോ പോളിലേക്ക് പോയ ക്രൊമാറ്റിഡ് ഡീകണ്ടൻസ് ചെയ്യും. ഡീകണ്ടൻസ് ചെയ്തിട്ട് ക്രൊമാറ്റിനായിട്ട് മാറും. കണ്ടോ, അതഴിഞ്ഞ് ക്രൊമാറ്റിനായിട്ട് മാറും. അതുപോലെ ന്യൂക്ലിയോലസ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾജി കോംപ്ലക്സ് എല്ലാം വീണ്ടും റീഅപ്പിയർ ചെയ്യും. അപ്പോൾ കണ്ടോ, ഒരു സെല്ലിനകത്ത് 2 ന്യൂക്ലിയസ് ആയി. ഇനിയാണ് സൈറ്റോകൈനസിസ്. എന്ത് ചെയ്യുവാണ്? അവയുടെ സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്യും. ഇതൊരു ആനിമൽ സെല്ലിൻ്റെ കാര്യമാണ് പറയുന്നത്. ആനിമൽ സെല്ലിൽ എന്താ, ഒരു ക്ലീവേജ് ഫൊറം ഉണ്ടാവും. ആ ക്ലീവേജ് ഫൊറം എന്ത് ചെയ്യും? ഡീപ്പൻ ചെയ്തിട്ട് അത് അവസാനം 2 ഡോട്ടർ സെല്ലായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോന്ന് ഇൻഡിപെൻഡൻ്റ് ന്യൂക്ലിയസ് ഉണ്ട്. ഇനി പ്ലാന്റ് സെല്ലിൻ്റെ കേസിലാണ് എന്ത് ചെയ്യും? വെസിക്കിൾ വന്ന് നടുക്ക് വന്ന് അറേഞ്ച് ചെയ്യും. വെസിക്കിൾ ഫ്യൂസ് ചെയ്തിട്ട് സെൽ പ്ലേറ്റ് ആയിട്ട് മാറും. ആ സെൽ പ്ലേറ്റ് പിന്നെ മിഡിൽ ലാമെല്ല ആയിട്ട് മാറും. ആ മിഡിൽ ലാമെല്ലയുടെ അപ്പുറം സെൽവാള് സെല്ലുലോസ് ഡിപ്പോസിഷൻ വന്നിട്ട് 2 ഡോട്ടർ സെല്ലായിട്ട് മാറും. ഇത്രയും കാര്യങ്ങളാണ് മൈറ്റോസിസ് നടക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ സെൽ സൈക്കിളിലെ M എന്ന് പറയുന്ന മൈറ്റോസിസിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. അപ്പം ഇനി മിയോസിസ് എന്ന് പറയുന്ന വേറൊരു ഭാഗം കൂടെ ഉണ്ട്. അത് നമുക്ക് അടുത്ത ഒരു ക്ലാസ്സിൽ നമുക്ക് മിയോസിസിനെ പറ്റി പഠിക്കാം.